മഴ തോരും മുമ്പിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി ആങ്ങളെ വന്ന് അലീനനെ ഭീഷണിപ്പെടുത്തി അലീനനോട് പോകാൻ പറയുന്നത്. അങ്ങനെ നാളെ പകൽ 12 മണിക്കുള്ളിൽ അവിടെ നിന്ന് സ്ഥലം വിടണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കോളിംഗ് ഭയങ്കരമായിട്ട് ശബ്ദിക്കും. അങ്ങനെ അലീന പോവാണ്ട് തിരിഞ്ഞ് നിൽക്കും. കാരണം വൈജയന്തി അലീനയുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും. പിന്നീട് അലീനനോട് തന്നെ വൈജയന്തി പറയുന്നത്, നീ പോണില്ലേ? ഞാൻ പോണില്ല, മേഡം പൊക്കോളാൻ പറയും. എന്നല്ലല്ലോ വിളിക്കുന്നത്, നിന്നല്ലേ, പോയിട്ട് വാ, എന്താണെന്ന് അറിയാലോ, ബാലേന്ദ്രൻ്റെ ഉള്ളിലിരിപ്പ് എന്ന് പറയും. എന്നിട്ട് അവിടെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വൈജയന്തിയുടെ സഹോദരൻ പോയി എന്ന് പറയും. നിന്നെ എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. എന്നോട് നാളെ ഇവിടെ നിന്ന് രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മണിക്കെന്ന് ചോദിക്കും. 12 മണിക്ക്. നീ എന്ത് പറഞ്ഞെന്ന് പറയും. ഞാൻ പോകാമെന്ന് സമ്മതിച്ച്. അപ്പോൾ നീ എനിക്ക് വാക്ക് തന്നതോ? എന്നെ വിട്ട് പോവില്ല എന്ന് പറഞ്ഞത്. ഞാനിവിടെ ജീവിതകാലം മുഴുവൻ നിൽക്കാമെന്ന് സാറിനോട് ഞാൻ വാക്ക് തന്നിട്ടില്ലല്ലോ. സാറ് ദൈവത്തെ ഓർത്ത് ഈ പ്രശ്നം ഇവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണം. ഞാനിതിൻ്റെ ഇടയിൽ കിടന്നങ്ങായിട്ട് വട്ടം തിരിയണമെന്ന് പറയും. ഞാനാണ് നീറിപ്പോകണേന്ന് പറഞ്ഞപ്പം, നീ നീറിപ്പോകാൻ വേണ്ടി മനഃപൂർവ്വം വന്നതല്ലേ, നീ അബദ്ധവശാൽ വന്നതൊന്നല്ലല്ലോ എന്ന് പറയും. ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പാ. അപ്പോൾ പിന്നെ നീ കുറച്ച് അനുഭവിക്കണം, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അലീന തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് ബാലേന്ദ്രൻ ഫോൺ റെക്കോർഡ് ഇങ്ങനെ ഓണാക്കണ്. അപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞ ഡയലോഗും പരട്ട പെണ്ണുമ്പിള്ളേ, നിങ്ങൾ 22 വർഷങ്ങൾക്ക് മുന്നേ പിഴച്ച് പ്രസവിച്ച സന്തതിന് ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ടതോടുകൂടി അലീന ആകെ പൊട്ടി കരയുന്നു. കാരണം അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രൻ താൻ ആരെന്നുള്ള സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം. അതിനുശേഷം മനു വരുന്നുണ്ട്. മനു വരുമ്പോൾ വൈജയന്തി പരാതി പറയുന്നുണ്ട്. ഞങ്ങളെക്കാളും വലുതാണ് അലീന, പറഞ്ഞയച്ചിട്ട് പോലും അവൾ പോകാൻ തയ്യാറായിട്ട് പോലും പറഞ്ഞയക്കുന്നില്ല എന്ന് പറയും. അങ്ങനെ അപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് ചെന്ന് മനു പറയും, ഞങ്ങളെ അലീന പൊക്കോട്ടെ, കുറച്ച് ദിവസമെങ്കിലും ഈ വീട്ടിലത്തെ പ്രശ്നങ്ങളൊന്നും കഴിയുന്നവരെങ്കിലും മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല, അലീന പോയാലും പോയില്ലെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനുവിനോടും ദേഷ്യപ്പെടും. പിന്നെ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ അലീന ആകെ കഷ്ടപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല മനുവിനും അലീനയ്ക്കും ഒക്കെ. ബാലേന്ദ്രൻ്റെ തീരുമാനം എന്താണ് ബാലേന്ദ്രൻ്റെ ഉള്ളിലിരിപ്പ് എന്നൊന്നും അറിയാണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.